വളരെ ഈസി ആയിട്ട് നല്ല ഫ്ലേവറും സ്മെല്ലും ഒക്കെയുള്ള സാമ്പാർ പൊടി നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. ഇതുപോലെ ഒരു തവണ നിങ്ങൾ പൊടിച്ച് വെച്ച് നോക്കൂ. പിന്നെ ഒരിക്കലും നിങ്ങൾ കെമിക്കൽസും പ്രിസർവേറ്റീവ്സും ഒക്കെ അടങ്ങിയിട്ടുള്ള സാമ്പാർ പൊടി കടയിൽ നിന്നും വാങ്ങിക്കുകയേ ഇല്ല. ഈ സാമ്പാർ പൊടി ചേർത്തുണ്ടാക്കുന്ന സാമ്പാറിന് നല്ലൊരു ഫ്ലേവറും സ്മെല്ലും ടേസ്റ്റും ഒക്കെയാണ്. ഇതിനായിട്ട് കുറച്ച് ചേരുവകളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ആദ്യം തന്നെ എടുത്തിരിക്കുന്നത് 1/4 കപ്പ് തോരപ്പരിപ്പാണ്. 1/4 കപ്പ് കടലപ്പരിപ്പ് വേണം. ഇനി ഇതിൻ്റെ പകുതി അളവിൽ ഉഴുന്നുപരിപ്പ് എടുത്തിട്ടുണ്ട്. പച്ചമല്ലി 1/2 കപ്പ് എടുക്കാം. 1 ടീസ്പൂൺ ഉലുവ കൂടി ഇതിലേക്ക് ചേർക്കുകയാണ്. ഇനിയും കുറച്ച് ചേരുവകൾ കൂടി ചേർക്കാനുണ്ട്. എല്ലാം കൂടി ഒരുമിച്ചല്ല റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഓരോന്നിൻ്റെയും റോസ്റ്റായി വരാനുള്ള ടൈം ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് ആദ്യം ഈ പരിപ്പുകളും ഉലുവയും കൂടി റോസ്റ്റ് ചെയ്തെടുക്കാം. നല്ലപോലെ ഒന്ന് മൂത്ത് ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ വേണം ഇത് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ നമ്മുടെ സാമ്പാർ പൊടി പെട്ടെന്ന് കേടുവന്നു പോകും. ഇത് മൂത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതേ പാനിലേക്ക് തന്നെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മല്ലി ചേർത്ത് കൊടുക്കാം. മല്ലി നല്ലപോലെ റോസ്റ്റായി നല്ലൊരു സ്മെല്ല് വന്ന് തുടങ്ങും. നമ്മൾ കയ്യിൽ ഇതുപോലെ എടുത്ത് പൊട്ടിച്ച് നോക്കുമ്പോൾ പൊട്ടി വരുന്ന ആ സമയത്ത് നമുക്കിതും പാത്രത്തിൽ നിന്നും മാറ്റാം. ഇനി വേണ്ടത് മട്ടയരിയാണ്. നമ്മുടെ സാമ്പാറിന് നല്ലൊരു കൊഴുപ്പ് കിട്ടാനായിട്ടാണ് മട്ടയരി ചേർക്കുന്നത്. 1/4 കപ്പിൻ്റെ ഒരു 1/4 ഭാഗത്തോളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് തന്നെ നമുക്ക് വറ്റൽമുളകും കൂടി ചേർക്കാം. 8-9 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ കാശ്മീരി മുളകും കൂടി എടുത്തിട്ടുണ്ട്, നല്ലൊരു കളർ കിട്ടാനായിട്ടാണ്. 5-6 കാശ്മീരി മുളകും കൂടി ചേർക്കാം. ഇതെല്ലാം കൂടി നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ അരി പൊട്ടി തുടങ്ങുന്നത് വരെ വേണം റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. മുളകും മൂത്ത് നല്ല ഒരു സ്മെല്ലൊക്കെ വന്നു തുടങ്ങും. അതും ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് കറിവേപ്പിലയാണ്. നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞെടുത്ത കറിവേപ്പിലയാണ് എടുക്കേണ്ടത്. ഇത് ക്രിസ്പിയായി വരുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കയ്യിലെടുത്ത് ഇതുപോലെ പൊടിച്ച് നോക്കുമ്പോൾ പൊടിഞ്ഞ് കിട്ടണം. ഈ സമയത്ത് നമുക്കിതും ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. കട്ടക്കായം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ 1 പീസ് കട്ടക്കായം ചൂടാക്കി ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഞാനിതിലേക്ക് കായത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. ചില സ്ഥലങ്ങളിൽ ചെറിയ ജീരകവും കുരുമുളകും ഒക്കെ ചേർക്കാറുണ്ട്. അങ്ങനെ ചേർക്കുന്നവരാണെങ്കിൽ ഓരോ ടേബിൾ സ്പൂൺ വീതം ചെറിയ ജീരകവും കുരുമുളകും കൂടി നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. നല്ലപോലെ ചൂടാറിയതിന് ശേഷം നമുക്കിത് പൊടിക്കുന്ന ജാറിലേക്ക് ഇട്ട് നല്ല സ്മൂത്തായിട്ട് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. 2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി കൂടി ചേർക്കുകയാണ്. ഇതെല്ലാം കൂടി ഒന്ന് സ്മൂത്തായിട്ട് പൊടിച്ചെടുക്കാം. പൊടിക്കുന്ന ജാറില്ല എന്നുണ്ടെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് 2-3 പ്രാവശ്യമായിട്ട് പൊടിച്ചെടുത്താലും മതി. അപ്പോൾ ഇതാ നല്ല സ്മൂത്ത് പൗഡറായിട്ട് ഞാനിത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വേണം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റാനായിട്ട്. ഇതൊരു 2 മാസം വരെയൊക്കെ കേടാകാതെ പുറത്ത് തന്നെ വയ്ക്കാവുന്നതാണ്. വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാത്ത ബോട്ടിലിൽ വേണം ഇത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. അതുപോലെ തന്നെ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വേണം ബോട്ടിലേക്ക് മാറ്റാനായിട്ട്. ഇല്ലെങ്കിൽ ഈ സാമ്പാർ പൊടി പെട്ടെന്ന് കേടുവന്നു പോകും.